എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ പെർഫെക്റ്റ് മോട്ടോഴ്സിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ പിറകിൽ രണ്ട് ഓട്ടോറിക്ഷ ഉണ്ട്. ഒന്ന് ടി വി എസ് കിങ് ഡ്യൂറോമാക്സും ടി വി എസ് കിങ് ഡീലക്സും. ഇതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പെർഫെക്റ്റ് മോട്ടോഴ്സിലെ സോജിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അദ്ദേഹം ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ തരുന്നതായിരിക്കും. സോജിനെ നമസ്കാരം. നമസ്കാരം. ഇപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ടി വി എസിൻ്റെ രണ്ട് മോഡലുകളാണ്. ഒന്ന് ടി വി എസ് കിങ് ഡീലക്സും ഒന്ന് ടി വി എസിൻ്റെ ഡ്യൂറോമാക്സ് പ്ലസ്സും ആണ് വന്നിരിക്കുന്നത്. രണ്ടും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത വണ്ടി തന്നെയാണ്. ഇപ്പം കൂടുതൽ പുതിയ വേരിയൻ്റാണ് ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LED ഹെഡ് ലാമ്പാണ് വന്നിട്ട്. ടെയിൽ ലാമ്പ് ഹെഡ്ലൈറ്റും വന്നിട്ട് നമുക്ക് LED ആണ് വരുന്നത്. അതിന് സേഫ്റ്റി ഗാർഡായിട്ട് നമുക്ക് സ്റ്റീലിൻ്റെ ഗാർഡും വരുന്നത്, ഫെൻഡർ ഗാർഡും വരുന്നുണ്ട്. അപ്പം ഡീലക്സിന് വന്നിട്ട് വെച്ചാൽ ഹാലജൻ ലൈറ്റാണ്. അതിനും അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഗാർഡുകൾ വരുന്നുണ്ട്. അത് സ്റ്റീലാണ്. അതും മഡ് ഗാർഡിനും അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡുകൾ വരുന്നുണ്ട്. അപ്പം എന്താണ് ഡ്യൂറോമാക്സ് പ്ലസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 225cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് കാറുകൾ ഓടിക്കുന്നവർക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കൂൾഡ് എഞ്ചിനാണ്. 200cc എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. പ്രത്യേകത മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂളൻ്റ് ഉപയോഗിച്ചാണ് എഞ്ചിൻ തണുപ്പിക്കുന്നത്. ഇത് എയർ നമ്മുടെ നോർമലിലുള്ള കാറ്റടിച്ചാണ് എഞ്ചിൻ തണുക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്താ കൂളൻ്റ് ഒഴിച്ച് ഓടുന്ന വണ്ടിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ ലൈഫ് കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ പണി വരുന്നതിൻ്റെ ഇത് കുറയും. അപ്പം ഡ്യൂറോമാക്സ് പ്ലസിൻ്റെ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ദിവസം അല്ലെങ്കിൽ 10,000 കിലോമീറ്ററാണ് വരുന്നത്. അതാണ് മെയിൻ ഹൈലൈറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എഞ്ചിൻ തണുപ്പിക്കുകയും നല്ല പെർഫോമൻസ് കിട്ടുകയും ചെയ്യും. ഡീലക്സിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 ദിവസം അല്ലെങ്കിൽ 5,000 കിലോമീറ്ററാണ് പീരിയോഡിക് സർവീസ് വരുന്നത്. അത്യാവശ്യം മൈലേജ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡീലക്സ് വണ്ടിക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് ഉള്ളത്. 55-60 മൈലേജാണ് ടോപ്പ് കിട്ടുന്നത്. ഡ്യൂറോമാക്സ് പ്ലസ് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 45-50 ആവറേജ് കിട്ടുന്നത്. എന്നാലും 40 എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും വണ്ടിക്ക്. അപ്പോൾ രണ്ട് വണ്ടിയുടെയും ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കിലോയുടെ ടാങ്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്രോളും സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. 2.5 ലിറ്ററിൻ്റെ ടാങ്കാണ് വരുന്നത്. പെട്രോൾ എന്തായാലും നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു 15 കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും. രണ്ട് വണ്ടികൾക്കും ഇതാണ് വരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ബാർ രണ്ടിനും വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഇൻഡിക്കേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് ഹാൻഡിൽ ബാറിൽ തന്നെയാണ് ഡ്യൂറോമാക്സ് പ്ലസിൻ്റെ വന്നിട്ട്. ഡീലക്സിൻ്റെ വന്നിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഡാഷ് ബോർഡിലായിരിക്കും സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നതേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ രണ്ട് വണ്ടികൾക്ക് സ്റ്റാർട്ടർ മോട്ടറില്ല. ഏത് ഗിയറിൽ വേണമെങ്കിലും സ്റ്റാർട്ട് ആവുകയും ചെയ്യും. അത്യാവശ്യം ഡാഷ് ബോർഡ് സ്പേസും കാര്യങ്ങളെല്ലാം വരും. രണ്ട് സൈഡിലും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ പാസഞ്ചർ ക്യാബിൻ ഡീലക്സിനേക്കാളിലും കൂടുതൽ നമുക്ക് ഡ്യൂറോമാക്സ് പ്ലസ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പാസഞ്ചർ ക്യാബിൻ സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കാല് നീട്ടി നമുക്ക് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് മറ്റേ ഇൻറ്റീരിയറിൻ്റെ നമ്മുടെ ഡ്രസ്റ്റിൻ്റെ മണ്ടക്കോട്ട് വരുന്ന സ്പേസും അത്യാവശ്യം നല്ല രീതിയിൽ വരുന്നുണ്ട് ഡ്യൂറോമാക്സ് പ്ലസിൻ്റെ വരുമ്പോൾ. ഡീലക്സിന് അതുകൊണ്ട് തന്നെ പാസഞ്ചർ ക്യാബിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഡ്യൂറോമാക്സ് പ്ലസിൻ്റെ വന്നിട്ട് നമുക്ക് സ്റ്റെപ്പിന് വരുന്നത് ബാക്ക് സൈഡിലാണ് വരുന്നത്, പാസഞ്ചർ ക്യാബിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഡീലക്സിൻ്റെ വന്നിട്ട് എഞ്ചിൻ റൂമിൻ്റെ അകത്താണ് നമുക്ക് സ്റ്റെപ്പിന് പ്ലേസ് ചെയ്യാനൊക്കെ ഉള്ള ഇത് വരുന്നത്. പിന്നെ നമുക്ക് വണ്ടിയുടെ ബാക്കിലോട്ട് വരുമ്പം നമുക്ക് ഡ്യൂറോമാക്സ് പ്ലസിൻ്റെ വന്നിട്ട് LED ടെയിൽ ലാമ്പാണ് വരുന്നത്. ഡീലക്സിൻ്റെ വരുമ്പം ഹാലജൻ തന്നെയാണ് വരുന്നത്. നോർമൽ ഇതായിട്ടുള്ളതാണ് വരുന്നത്. രണ്ടും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടവും കാര്യങ്ങളും കിട്ടുന്ന ഡ്യൂറോമാക്സ് പ്ലസിൻ്റെ തന്നെയാണ്. അതിനൊരു മോശം ഇതല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള വെട്ടവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കാണിച്ചേക്കുക. പിന്നെ രണ്ടിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബമ്പറാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സേഫ്റ്റി, നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം നല്ല സേഫ്റ്റിയും കാര്യങ്ങളും. ഒരു 3 പേര് കയറിയുന്ന പോലും ഒന്നും പറ്റത്തില്ല. ബോഡി ആണെങ്കിൽ രണ്ടിൻ്റെയും മെറ്റൽ ബോഡി നല്ല സ്ട്രോങ് ബോഡിയാണ്. അത് ടി വി എസ് ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിൽ അറിയാം. പിന്നെ അതുകൊണ്ട് തന്നെ രണ്ടിനും ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. 408 ട്യൂബ്ലെസ് ടയറാണ് രണ്ടിനും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫിനാൻസിൻ്റെ കാര്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് ഓണത്തിനോടനുബന്ധിച്ച് ഡൗൺ പേയ്മെൻറ്റ് കുറവാണ്. ഡീലക്സ് വണ്ടിക്ക് വന്നിട്ട്
999 രൂപയും ഡ്യൂറോമാക്സ് പ്ലസിന് വന്നിട്ട് 14,999 രൂപ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും കിട്ടില്ല. സിബിൽ സ്കോറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാക്കും കാര്യങ്ങളും നേരത്തെ ലോണൊക്കെ എടുത്ത് പെൻഡിങ് ഒന്നും ഇല്ലാത്തവർക്കായിരിക്കും വരുന്നത്. നമ്മുടെ TVSൻ്റെ ഫിനാൻസ് ആണ് വരുന്നത്. പിന്നെ ബാക്കി വേറെ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കും അതല്ലാണ്ട് പ്രൈവറ്റ് ബാങ്കുകളുടെ എല്ലാം വരുന്നുണ്ട്. IDFC ബാങ്ക്, ചോളമണ്ഡലം, ശ്രീറാം എല്ലാത്തിൻ്റെയും പ്രൈവറ്റ് ബാങ്ക്. അല്ലാണ്ട് മുദ്ര ലോൺ ആണെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിനൊന്നും കസ്റ്റമർ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോജക്റ്റ് റിപ്പോർട്ടും ഉദ്യോഗം കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഫിനാൻസ് അത്യാവശ്യം വാടക വീടുള്ളവർക്കാണെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ലേഡീസിൻ്റെ പേരിലാണെങ്കിലും നമുക്കൊരു ഇഷ്യൂ ഇല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ലൈസൻസ് മാത്രം ഉണ്ടായിരിക്കണം. 4 വീലറിൻ്റെ ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഫിനാൻസിന് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. പിന്നെ 2 വണ്ടികളുടെയും വാറൻറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഡീലക്സിന് വന്നിട്ട് 1.5 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്ററാണ് വാറൻറ്റി വന്നിട്ട്. ഡ്യൂറോമാക്സ് പ്ലസിനാണെങ്കിൽ 2 കൊല്ലം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററാണ് വാറൻറ്റി വരുന്നത്. ടൈമിംഗ് ചെയിൻ ഉൾപ്പെടെ, ടൈമിംഗ് ചെയിന് മാത്രം സെപ്പറേറ്റ് ആയിട്ടാണ് വാറൻറ്റി കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സർവീസ് പറയുകയാണെങ്കിൽ നമുക്ക് ഡീലക്സ് വണ്ടിക്ക് ആണെങ്കിൽ 5,000-ലും ഡ്യൂറോമാക്സ് വണ്ടിക്ക് 10,000-ലുമാണ് ഓയിൽ ചേഞ്ചിങ് ഒക്കെ വരുന്നത്. അത് ആദ്യത്തെ 3 സർവീസിന് ഫുള്ള് ഫ്രീ ആയിരിക്കും. ഓയിൽ ഫിൽറ്റർ, ഗ്രീസ്, ലേബർ ചാർജ് ഉൾപ്പെടെ ആദ്യത്തെ 3 സർവീസ്. അപ്പോൾ ഡീലക്സ് വണ്ടിക്ക് വരുമ്പോൾ ഒരു 20,000 കിലോമീറ്റർ വരെ നമുക്ക് ഫ്രീ ആയിരിക്കും സർവീസ്. ഡീലക്സിന് വന്നിട്ട് നമുക്ക് 10,000 കിലോമീറ്റർ വരെ ഫുൾ ഫ്രീ സർവീസ് ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ഓണത്തിനോടനുബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഭാഗ്യശാലികൾക്ക് നമുക്ക് ലക്കി ഡ്രോയിലൂടെ 25 ഗ്രാമിൻ്റെ ഗോൾഡ് കോയിനാണ് നമുക്ക് ഈ ഓഗസ്റ്റ് 1 തൊട്ട് സെപ്റ്റംബർ 31 മുമ്പായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വരുന്നത്. പിന്നെ അത് മാത്രമല്ല അഷ്വേർഡ് ഗിഫ്റ്റുകളാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഓണത്തിനോടനുബന്ധിച്ച് നമുക്ക് റിവേഴ്സ് ക്യാമറ ഉള്ള വണ്ടിയാണ് വരുന്നത് ഇൻബിൽഡായിട്ട് തന്നെ. അതും പിന്നെ വീൽ ക്യാപ്പ്, ഫോൺ ഹോൾഡർ ഇതെല്ലാം ആയിരിക്കും നമുക്ക് ഓണത്തിൻ്റെ അഷ്വേർഡ് ഗിഫ്റ്റായിട്ട് വരുന്നത് CNG വണ്ടികൾക്ക്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഓണത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 5 കിലോയാണ് വരുന്നത്. പിന്നെ TVS എടുക്കുന്നവരെ സംബന്ധിച്ച് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ലാഭകരം. സർവീസിൻ്റെ സൈഡിൽ നിന്നാലും വണ്ടി വാങ്ങിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഓൺ റോഡ് റേറ്റ് മറ്റുള്ള കമ്പനികളെക്കാട്ടിലും ഏറ്റവും കുറവുള്ളത് TVSൻ്റെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയിലാണെങ്കിലും കസ്റ്റമറിൻ്റെ ചോയ്സിലാണെങ്കിലും TVS കമ്പനി കസ്റ്റമേഴ്സിൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ ഏറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനിയുടെ എല്ലാം CNGയുടെ സിലിണ്ടർ വന്നിട്ട് ബാക്ക് സൈഡിലായിരിക്കും, നമ്മുടെ TVSൻ്റെ ഫ്രണ്ടിലാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 വർഷം കൂടിക്കുമ്പോൾ ഇതിൻ്റെ സിലിണ്ടർ കാലിബ്രേഷൻ ചെയ്യണം. അന്നേരം ഈ ബോഡി വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തവർക്ക് അതായത് പിന്നീട് ഇരട്ടി ചിലവാണ്. അപ്പോൾസറി അടിക്കണം, ബോഡിയുടെ അത് കട്ടി മാറണം, എന്നിട്ട് ഈ ബോഡി ഇറക്കണം, അന്നേരം ചിലവ് കൂടുക. നമ്മുടെ ഇതിന് വന്നിട്ട് ഒരു കാലിബ്രേഷന് കൂടി പോയി കഴിഞ്ഞാൽ 1,200 രൂപ. ബോഡി വർക്കും കാര്യങ്ങളും ചെയ്ത് പാസഞ്ചർ ക്യാബിനുള്ള അടിയിലുള്ള CNGയുടെ സിലിണ്ടറുള്ള വണ്ടി എടുക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഒരു 3-4 ഇരട്ടി കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇത് വരുന്നത്. പിന്നെ സമയവും ഇപ്പോൾ നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1 മന്തിന് മുമ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോവുക, കാൽക്കുലേഷൻ ചെയ്യാൻ പോരുക. പക്ഷേ മറ്റവരുടെ വെച്ചാൽ 3-4 ദിവസം ഇതിനു വേണ്ടി മാത്രം ഒരു മെനക്കെടേണ്ടി വരും. ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് TVS കമ്പനി കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സിലിണ്ടർ ഏറ്റവും ഫ്രണ്ടിൽ വെച്ച് കൊടുത്തേക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഇൻഡിക്കേഷനും നമുക്ക് ഹാൻഡിലിൽ തന്നെയാണ് വരുന്നത്. ഡാഷ്ബോർഡിലൊന്നും വരുന്നില്ല. മറ്റുള്ള കമ്പനികളുടെ ദൂരെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒത്തിരി കാണാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അത് ഗ്യാസിൻ്റെ ലെവലാണെങ്കിൽ ഫ്ലൂയിഡ് കുറയുന്നത്, കൂളൻ്റ് കുറയുന്നത്, പെട്രോളിൻ്റെ, ഓയിലിൻ്റെ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിൻ വാർണിംഗ് ലൈറ്റ്, അപ്പോൾ എല്ലാം നമുക്ക് ഹാൻഡിൽ ബാറിൽ തന്നെയാണ് വരുന്നത്. പിന്നെ സെപ്പറേറ്റ് ഫോൺ ചാർജ് ചെയ്യാനെ കൊണ്ടുള്ള ഹോൾഡർ എല്ലാം വരുന്നുണ്ട്. പിന്നെ ഡാഷ്ബോർഡിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡിൻ്റെ സ്വിച്ചും ഇഗ്നിഷൻ കീയും നമുക്ക് CNG to പെട്രോൾ വരുന്ന കൺവേർട്ടർ സ്വിച്ച്. മീൻസ് ഇതൊന്നും നമുക്ക് എപ്പോഴും ആവശ്യം വരില്ല. നമുക്ക് ഹോണ്, വൈപ്പർ, സ്റ്റാർട്ടിങ്ങിൽ സ്വിച്ച് ഒന്നും ആവശ്യമുള്ളതുകൊണ്ട് എപ്പോഴും വേണ്ടാത്തതുകൊണ്ട് മാത്രം നമുക്ക് ഡാഷ്ബോർഡിലാണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് സ്പേസ്, ഡാഷ്ബോർഡിൽ 2 സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വരുന്നത്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ടൂൾ കിറ്റ്, പിന്നെ അല്ലാണ്ടുള്ള ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇത്രയും സാധനമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സേഫ്റ്റി ലോക്കുള്ള ഇതാണ്, ഫീച്ചറാണ് വണ്ടിക്കകത്ത് തന്നെ വരുന്നത്. ഇത് ഡീലക്സ് വണ്ടിയുടെയാണ് ഡാഷ്ബോർഡും ഹാൻഡിൽ ബാറും എല്ലാം വരുന്നത്. ഇത് പ്രത്യേകിച്ച് പറയുന്നില്ല, മറ്റേതിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ബാറിൽ തന്നെ വരും. ഇതിൻ്റെ വന്നിട്ട് ഡാഷ്ബോർഡിലായിരിക്കും ഇൻഡിക്കേഷനും കാര്യങ്ങളും എല്ലാം വരുന്നില്ല. ഗ്യാസിൻ്റെ ലെവൽ, ന്യൂട്രൽ പോയിന്റ്, എഞ്ചിൻ്റെ വാണിംഗ് ലാമ്പ്, ഫ്ലൂയിഡിൻ്റെ ഇത്, പെട്രോളിൻ്റെ, ഓയിലിൻ്റെ എല്ലാം ഇവിടെ തന്നെ. CNG കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാം ഇവിടെയാണ് സ്വിച്ച് ചെയ്യുന്നത്. പിന്നെ ഫോർവേഡ് സ്വിച്ച് എല്ലാം വരുന്നത് ഡാഷ്ബോർഡിലായിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഹാൻഡിൽ ബാറിൽ വരുന്നത് വെച്ചാൽ നമുക്ക് ഹോണും ഇൻഡിക്കേറ്ററും ഡിമ്മും ബ്രൈറ്റും മാത്രമേ വരുന്നുള്ളൂ. പിന്നെ വെച്ചാൽ ഡാഷ്ബോർഡ് സ്റ്റാർട്ടിങ്ങും വൈപ്പറും ഹെഡ്ലൈറ്റിൻ്റെ. ഇതിപ്പം ഈ സ്വിച്ചുകളെല്ലാം മറ്റേ സ്വിച്ചുകളും ലൈറ്റിൻ്റെ എല്ലാം നമുക്ക് ഡ്യൂറോമാക്സ് പ്ലസ് വണ്ടിയിൽ അത്യാവശ്യം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെന്ന് വെച്ചാൽ ആ സെയിം ഇതുകൊണ്ടാണ് ഡാഷ്ബോർഡും കാര്യങ്ങളും വരുന്നത്. കളർ ചേഞ്ച് വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം സെയിം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് വെള്ളം വീണ് കഴിഞ്ഞാൽ സൈഡിൽ കൂടെ ഒഴുകി പോയും
അധികം അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തോട്ട് കയറത്തില്ല. സേഫ്റ്റി ലോക്കോടുകൂടി നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഈസിയാണ്, നമുക്ക് വലിയ ടൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മറ്റുള്ള കമ്പനികൾക്കാണ് ഇതോട്ട് ഡാഷ്ബോർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് സേഫ്റ്റി ഒന്നും ഇല്ല. നമുക്കൊരു സാധനം എന്തെങ്കിലും വണ്ടിയുടെ പേപ്പറുകളോ ആണെങ്കിൽ തന്നെ നമുക്ക് ഇതിനകത്ത് സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ അതുകൊണ്ട് ഡാഷ്ബോർഡിൽ മറ്റേ ഡ്യൂറോമാക്സ് പ്ലസിൻ്റെ കൂട്ട് തന്നെ നമുക്ക് സ്പീക്കറുകൾ വെക്കാനൊക്കെ കൊണ്ടുള്ള ഡാഷ്ബോർഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ. ഇതിപ്പോൾ നമ്മൾ ഡ്യൂറോമാക്സ് പ്ലസിൻ്റെ എൻജിൻ റൂമാണ്. അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ പുതിയ BS6 മോഡലിൻ്റെ വേരിയൻറ്റിൻ്റെ ഇതാണ് വരുന്നത്. ഇതാണ് നമുക്ക് റേഡിയേറ്റർ വരുന്നത്, കാറിൻ്റെ അകത്ത് വരുന്ന സെയിം ഇതായിട്ട് തന്നെ. സ്റ്റാർട്ടർ മോഡറല്ല, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം, സെൽഫ് സ്റ്റാർട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ കൂട്ട് തന്നെ ഫ്ലൈ വീലിലോട്ട് കൂടുതൽ കറണ്ട് ചെയ്യുന്ന ഫ്ലൈ വീൽ പിടിച്ച് കറക്കുന്ന സിസ്റ്റമാണ് ഇതിന് തന്നെ വരുന്നത്. അപ്പോൾ നമുക്ക് OBD2ൻ്റെ വേരിയൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സൈലൻസറിൽ തന്നെ ആണെങ്കിൽ നമുക്ക് ഇത് പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഇപ്പം കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. ഡീസൽ വണ്ടികളെല്ലാം താമസിക്കാണ്ട് സ്റ്റോപ്പ് ആവുന്നതിൻ്റെ മുഖാന്തരമുള്ള ഇഷ്യൂസ് ഒന്നും നമുക്ക് CNG വണ്ടികളിൽ വരത്തില്ല. അപ്പോൾ അതാണ് മെയിൻ ഹൈലൈറ്റ് വരുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളൻ്റ് ടാങ്ക് എല്ലാം വരുന്നത് നമുക്ക് ബാക്ക് സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. വേണ്ടി ഇടത് സൈഡിൽ ആണ് വരുന്നത് കൂളൻ്റ് ടാങ്ക് വരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് CNG മാത്രമാണ് ഇഞ്ചക്ടർ വരുന്നത്. പെട്രോൾ വന്നിട്ട് കാർബറേറ്റർ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ടർ ആണെങ്കിൽ പെട്രോളിലോട്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്യാം. നമ്മളെപ്പോഴും ഓടുന്നില്ല, CNG വണ്ടികൾ കൂടുതലും നമ്മൾ CNG ആണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ പെട്രോൾ ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചക്ടർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ലോസ് ആണ് വരുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഓവർ റേസിങ്ങോ കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് TVS നിലവിലും കാർബറേറ്റർ നിലനിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് ഗുണമാകുന്നുണ്ട്. മറ്റുള്ള കമ്പനിക്കാരെല്ലാം പെട്രോളും ഇഞ്ചക്ടറിലും കൊടുക്കാതെ ഇഷ്ടം പോലെ കംപ്ലയിൻറ്റ്, ഓവർ റേസിങ്ങും കാര്യങ്ങളും, മൈലേജ് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ലിറ്റർ ആണെങ്കിൽ 3-4 കിലോമീറ്റർ ഓടിയിട്ട് തീർന്നു പോകുന്നുള്ള കംപ്ലയിൻറ്റുകളൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. നമ്മുടെ ഷോറൂമിൻ്റെ അവിടെ തന്നെ ആണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ച് പല കമ്പനിയുടെയും ഓട്ടോസും കാര്യങ്ങളെല്ലാം വരും. നമ്മളപ്പോൾ അന്നേരം പറയും ഓതറൈസ്ഡ് ഷോറൂമിൽ പോയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പറയും. അപ്പം കമ്പനിക്കാരപ്പം കസ്റ്റമറിൻ്റെ ബെനിഫിറ്റ് രീതിയിലാണ് അപ്പം കാർബറേറ്റർ അപ്പം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. അതുവരെ ബൈ.